ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കമ്പനിയിൽ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? കുറേ അധികം HR ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ബട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതിൽ ഒരു ഇൻകം പോലും ജനറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് കമ്പനീൻ്റെ ബജറ്റിൽ അവർക്ക് അവരുടെ ഷെയർ കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, കമ്പനി അവരുടെ ബജറ്റിൽ അവർക്ക് വേണ്ടി ഷെയർ ഇട്ടിട്ടും അവരൊരു ഇൻകം പോലും ജനറേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞുതരാം. ഷെയർഡ് സർവീസ് കോസ്റ്റ് അലൊക്കേഷൻ, പേര് പോലെ തന്നെ ഇവിടെ സർവീസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കമ്പനിയിൽ കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അവരെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. അപ്പോൾ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ IT ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും ഡയറക്റ്റ്ലി ഒരു ഇൻകം കമ്പനിക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ സഹായിച്ചുകൊണ്ട് ഇവരിലൂടെ കമ്പനിക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ IT ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി അവരൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. സോ ജനറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള, അതായത് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത്, ഇത് അലോക്കേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മളെങ്ങനെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ ഡയറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റുകളെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് കുറേ മെത്തേഡ്സ് പഠിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. അണ്ടർ ഡയറക്റ്റ് മെത്തേഡ്, the reciprocal services provided by the different shared service department to each other are ignored. Okay, the company simply allocates all the service department costs directly to the operating departments, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡയഗ്രാം വെച്ചിട്ട് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിൽ പറയുന്നത് ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ചെയ്തിട്ടുണ്ടാവും, HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സർവീസ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ കണക്ക് കൂട്ടില്ല, റെസിപ്രോക്കൽ വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, പക്ഷേ അതൊന്നും ഇവിടെ നമ്മൾ കണക്കാക്കില്ല. നമ്മൾ എന്തേ കണക്കാക്കുള്ളൂ? ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. മനസ്സിലായോ? അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അലോക്കേഷൻസ് നമ്മൾ ചെയ്യില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ നമ്മൾ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് നോക്കിയോ. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ദെൻ അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മെഷീനിലേക്കും ദെൻ അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോസ്റ്റും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് അലോക്കേഷൻ മാത്രമേ ഇതിൽ നടക്കുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ കമ്പനി ഹാസ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കമ്പനിയിൽ 2 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. പവർ ആൻഡ് മെയിൻ്റനൻസ് എന്നാണ് ആ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ആൻഡ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഏതൊക്കെയാണ്? മെഷീനിങ്ങും അസംബ്ലിയും പറഞ്ഞിട്ട് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ഓൾ കോസ്റ്റ് ആർ റിഗാർഡഡ് ആസ് സ്ട്രിക്ട്ലി വേരിയബിൾ ഫോർ സെപ്റ്റംബർ. താഴെ കുറച്ച് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ മന്തിൻ്റെ. ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയ പവറും മെയിൻ്റനൻസും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയ മെഷീനിങ്ങും അസംബ്ലിയും. ഇതിൽ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് പവർ ഡിപ്പാർട്ട്മെൻറ്റിന് 62,500 ആണ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് 40,000 ആണ്. ഈ കോസ്റ്റുകളാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഓക്കെ, സോ പവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 62,500 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? കിലോവാട്ട് ഹവേഴ്സ് ആയിരിക്കും. ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 40,000 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മെയിൻ്റനൻസ് ഹവേഴ്സ് ആയിരിക്കും.
ഓക്കെ, ഇഫ് ദ കമ്പനി യൂസസ് ദ ഡയറക്റ്റ് മെത്തേഡ് ഫോർ അലോക്കേറ്റിംഗ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ്, വാട്ട് ഡോളർ എമൗണ്ട് ഓഫ് പവർ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഈ പവർ ഡിപ്പാർട്ട്മെന്റിന്റെ 62,500ന്റെ കോസ്റ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു മെഷീനിങ് ഡിപ്പാർട്ട്മെന്റ്. ഈ 62,500ന്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും നമ്മൾ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡാണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കാം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടലുള്ള അലോക്കേഷനിൽ 250 അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് പവർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പക്ഷേ ഇതൊരു ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമോ? ഇല്ലല്ലോ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട്ലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമേ നമ്മൾ കണക്കാക്കുള്ളൂ. സോ നമുക്ക് നോക്കാം. പവറിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയണമെങ്കിൽ 62,500 ആണ്. ഇൻറ്റു ഇനി മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്തതെന്ന് നമ്മൾ അറിയേണ്ടത് അല്ലേ. അപ്പോൾ പവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ കിലോ വാട്ട് ഹവേഴ്സ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിലോ വാട്ട് ഹവേഴ്സ് ആണ് പവർ ഷെയർ ചെയ്തിട്ടുള്ളത് നോക്കാം. ഇവിടെ നോക്കാം, ഇത് കൂട്ടോ മെയിൻ്റനൻസിലേക്ക് ഷെയർ ചെയ്തത് കൂട്ടോ? ഇല്ലല്ലോ. ആകെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കുള്ളൂ. എവിടെ? ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കായിട്ട് പവർ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് എത്ര കിലോ വാട്ടാണ്? 200 അല്ലേ. 150,000 50,000 200,000 കിലോ വാട്ട് ഹവേഴ്സ് ആണ് അല്ലേ. കിലോ വാട്ട് ഹവേഴ്സ് ആണ് ടോട്ടൽ സർവീസ് ആയിട്ട് കൊടുക്കുന്നത്. അതിൽ തന്നെ മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രയാണ് കൊടുക്കുന്നത്? 150,000 ആണ്. 150,000 ആണ്. സോ 62,500 into 150 divided by 200, that is $46,875. സോ 62,500ന്റെ $46,825 നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ബാക്കി വരുന്നത് അസംബ്ലി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിയാതെ ആഡ് ചെയ്ത് പോകുമ്പോൾ, അതായത് പവർ ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ പുറത്തേക്ക് കൊടുത്ത സർവീസ് നോക്കുമ്പോൾ ഈ 50,000 നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്? ഇത് സർവീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഒരിക്കലും ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ആകെ കൺസിഡർ ചെയ്യുക പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രമേ ഉള്ളൂ. സോ പവർ ഡിപ്പാർട്ട്മെന്റ് ടോട്ടൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്കായിട്ട് ടോട്ടൽ എത്ര സർവീസാണ് പ്രൊവൈഡ് ചെയ്തത്? 150K + 50K 200K. അതിൽ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന മെഷീനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര സർവീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്? 150K ആണ്. സോ ഡിനോമിനേറ്ററിൽ നമ്മൾ ടോട്ടൽ ചെയ്താൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അലോക്കേറ്റ് ചെയ്തത് കണ്ടുപിടിക്കേണ്ടത്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഷെയർ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക, ഇൻടു അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കോസ്റ്റും എഴുതുക. അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സ്ഥലത്താണ് മാക്സിമം കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടാവും. ഇനി നെക്സ്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ്. ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡിൻ്റെ അകത്ത് ദ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ദ സ്റ്റെപ്പ് ഡൗൺ ഓർ സീക്വൻഷ്യൽ മെത്തേഡ് എന്നും നമ്മൾ പറയാറുണ്ട്. In the step down method, the services the shared service departments provided to each department are included, but only one allocation of cost of each service department is made. Okay, പറഞ്ഞത് എന്താണെന്നുള്ളത്. After the cost of a particular service department have been allocated, that service department will not be allocated any additional cost from other service departments. The step down method leads to a സ്റ്റെപ്പ് ലൈക്ക് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ലൈക്ക് ഡയഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം. അതായത് ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു IT ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഇവിടെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അല്ലേ. സോ ആദ്യം ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കോസ്റ്റുകൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ എവിടേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും? HR-ലേക്ക് ഷെയർ ചെയ്യും, ദെൻ പ്രൊഡക്ഷനിലേക്ക് ഷെയർ ചെയ്യും, അതായത് മെഷീനിങ്ങിലേക്ക് ഷെയർ ചെയ്യും, ദെൻ അസംബ്ലിയിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകളൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പാർട്ട് നമ്മൾ HR-ലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ? ഇത് അവിടെ നോക്കിയേ അല്ലേ, കൊടുത്തിട്ടില്ലേ? അതുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് HR-ൻ്റെ ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റ് വരുന്നത്. ആ കോസ്റ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് മെഷീനിങ്ങിലേക്കും അസംബ്ലിയിലേക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലെ കണ്ടോ? ഇവിടെ സ്റ്റെപ്പ് കണ്ടില്ലേ? ഇങ്ങനത്തെ സ്റ്റെപ്പ് ലൈക്ക് ഡയഗ്രാം വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനൊരു സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയാൻ വേണ്ടി കാരണം. ഇനി മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ
ഇവിടെ 2 ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ട്. ഇതിനെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൂട്ടാം. ഓക്കെ, ഇനി ഇവിടെ 2 ഗ്ലാസ് ഓഫ് എംപ്റ്റി ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. ഇതിനെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടും കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പം എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് HR ആദ്യം IT കൊടുക്കണോ, IT ആദ്യം HR കൊടുക്കണോ എന്ന്. അപ്പം ഏറ്റവും കൂടുതൽ സർവീസസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടലായിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ 5% HR അലോക്കേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ആൻഡ് HR പുറത്തേക്ക് കൊടുക്കുന്ന അലോക്കേറ്റ് ചെയ്യുന്ന കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്ന സർവീസിൻ്റെ ടോട്ടൽ ഒരു 10% IT സർവീസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഏതാ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഏതാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആദ്യം ചെയ്യുക. അതായത് HR to IT ആദ്യം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് IT to ബാക്കി പ്രൊഡക്ഷനിലേക്കുള്ളതും കാണിക്കുക. അടുത്തതായിട്ട് സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ്. ദ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ഇസ് ഓൾസോ കോൾഡ് സീക്വൻഷ്യൽ മെത്തേഡ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് എന്ത്? സീക്വൻഷ്യൽ മെത്തേഡ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചിലപ്പം സീക്വൻഷ്യൽ മെത്തേഡ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ അത് ഓർത്തിരിക്കുക. സ്റ്റെപ്പ് ഡൗൺ എന്ന് ചോദിക്കില്ല, ചിലപ്പോൾ സീക്വൻഷ്യൽ മെത്തേഡ് എന്നായിരിക്കും ചോദിക്കുക. ഇതിന് സ്റ്റെപ്പ് ഡൗൺ പേര് വരാൻ കാരണം ഇതിൻ്റെ ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കുമ്പോൾ അതൊരു സ്റ്റെപ്പ് പോലെ ഉണ്ടാവും. ഞാൻ അതൊരു ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ 2 ഗ്ലാസ് ഉണ്ട്. ഓക്കെ, 2 ഗ്ലാസ് ഓഫ് വാട്ടർ ഉണ്ട്. ഇത് നമുക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് കൂട്ടാം. ഒന്ന് നമുക്ക് IT ആയിട്ട് കൂട്ടാം, ഒന്ന് നമുക്ക് HR ആയിട്ട് കൂട്ടാം. ദെൻ അതർ 2 ഗ്ലാസ്, വേറെയും 2 ഗ്ലാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് നമുക്ക് മെഷീനിങ് ആയിട്ട് കൂട്ടാം, ഇത് അസംബ്ലിങ് ആയിട്ട് കൂട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്? ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോസ്റ്റുകളെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്ലാസ് എടുത്ത് IT ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് സർവീസ് HR ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. IT ഡിപ്പാർട്ട്മെൻറ്റ് സർവീസസ് HR പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, മെഷീനിങ്ങിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അസംബ്ലിങ്ങിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവരുടേതായ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ എത്ര സർവീസാണോ HR പ്രൊവൈഡ് ചെയ്തത് അത്രയും സർവീസിൻ്റെ കോസ്റ്റ് HR അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് എത്ര സർവീസാണോ മെഷീനിങ്ങിലേക്ക് അലോക്കേറ്റ് ചെയ്തത് അത്രയും കോസ്റ്റ് നമ്മൾ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത്. ദെൻ എത്ര സർവീസാണോ നമ്മൾ അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്തത് അത്രയും സർവീസിൻ്റെ കോസ്റ്റ് അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത്. അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിലെ വെള്ളം കുറച്ച് നമ്മൾ HR ഒഴിച്ച്, കുറച്ച് നമ്മൾ മെഷീനിങ്ങിലേക്ക് ഒഴിച്ച്, കുറച്ച് നമ്മൾ അസംബ്ലിങ്ങിലേക്ക് ഒഴിച്ച്. അങ്ങനെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ വെള്ളം ഫുള്ള് കഴിഞ്ഞില്ലേ? അപ്പം അതിനെ ക്യാൻസൽ ചെയ്യുക. ഇനി അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി HR കേസ് നോക്കുക. അങ്ങനെ ആദ്യത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത്. ഇനി HR കേസിലേക്ക് വരുമ്പോൾ HR ആദ്യം കുറച്ച് കോസ്റ്റുകൾ ഉണ്ടായിരുന്നു, പ്ലസ് ഈ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുത്ത കുറച്ച് കോസ്റ്റില്ലേ അതും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ആവുന്നത്. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? ഈ കോസ്റ്റ് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. HR ഇനി ഇത് തിരിച്ച് IT അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. കാരണം IT എല്ലാം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് IT നമ്മൾ ക്യാൻസൽ ചെയ്ത് ഇനി HR മാത്രമേ ഉള്ളൂ. ഈ HR അടുത്ത മെഷീനിങ്ങിലേക്കും അസംബ്ലിങ്ങിലേക്കും അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യം IT ഫുള്ള് ചെയ്തു, അത് കഴിഞ്ഞിട്ട് HR ഫുള്ള് ചെയ്തു. അങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ വരുന്നത് കൊണ്ടാണ് ഇവിടെ സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ആദ്യം IT HR നമ്മൾ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്, HR IT കൊടുത്തുകൂടെന്നുണ്ടാവും. ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ തീരുമാനം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സീക്വൻസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി തന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് HR സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഷീനിങ്ങിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അസംബ്ലിങ്ങിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ IT ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ സർവീസിൻ്റെ 5% സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത് HR വിചാരിക്കുക. ഓക്കെ, ഇനി HR ഡിപ്പാർട്ട്മെൻറ്റും ഇതേപോലെ IT ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ HR ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ സർവീസിൻ്റെ ഒരു 8%ഉം IT ഡിപ്പാർട്ട്മെൻറ്റിനാണ് സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, HR ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തേക്ക് കൊടുക്കുന്ന എല്ലാ സർവീസിൻ്റെയും ടോട്ടൽ സർവീസിൻ്റെ 8%ഉം സർവീസ് ആയിരിക്കാൻ കൊടുക്കുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റിനാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആരാണ് ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്നത്? അതായത് IT to HR 5%ഉം HR to IT 8%ഉമാണ്.
അപ്പോൾ ഏറ്റവും കൂടുതൽ ആരാണോ കൊടുക്കുന്നത് അവരാദ്യം കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം എച്ച് ആർ ആണെങ്കിൽ ഞാൻ ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, ഇവിടെ ഇപ്പം 8% എച്ച് ആർ കൊടുക്കുമ്പം എച്ച് ആറിൻ്റെ കോസ്റ്റ് ആദ്യം നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. ലൈക്ക് എച്ച് ആറിൽ നിന്ന് ഐ ടിയിലേക്ക്, എച്ച് ആറിൽ നിന്ന് മെഷീനിങ്ങിലേക്ക്, എച്ച് ആറിൽ നിന്ന് അസംബ്ലിങ്ങിലേക്ക്, അങ്ങനെ ടോട്ടൽ എച്ച് ആറിൻ്റെ ഫുൾ കോസ്റ്റും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എച്ച് ആറിനെ ക്യാൻസൽ ചെയ്യാം. ദെൻ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എടുത്തിട്ട് നമ്മൾ മെഷീനിങ്ങിലേക്കും അസംബ്ലിങ്ങിലേക്കും. ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? ആദ്യം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന കോസ്റ്റും പ്ലസ് എച്ച് ആറിന് വന്നിട്ടുള്ള ഷെയറും, അതാണ് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ അതും ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഡയഗ്രമായിട്ടൊന്ന് കാണാം, അപ്പോൾ കുറച്ചും കൂടി നല്ലോണം മനസ്സിലാവും. അതായത് ഇവിടെ ഇപ്പം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ്, എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലെ കോസ്റ്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്യും. ദെൻ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്യും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഷെയർ ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും അല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുക? എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം ആദ്യം എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന കോസ്റ്റ് ഉണ്ട്, ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പം വന്ന കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ആവും. ആ കോസ്റ്റ് എന്ത് ചെയ്യും? അടുത്തതായിട്ട് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പ് കണ്ടോ? അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദം കോർപ്പറേഷൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദം കോർപ്പറേഷൻ computer tables has the following budgeted indirect manufacturing cost information for the year. ഓക്കെ, അപ്പം ഇത്തരം ഡീറ്റെയിൽസ് ആ താഴെയുള്ളത്. ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റും സിസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ മെഷീനിങ്ങും ഫാബ്രിക്കേഷനും ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് ആഡം യൂസസ് സ്റ്റെപ്പ് ഡൗൺ മെത്തേഡ് ആണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ, to allocate department cost to production departments, the total overhead rounded to the nearest dollar for the machining department to allocate to its products would be. അപ്പം മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടോട്ടലായിട്ട് എത്രയായിരിക്കും കോസ്റ്റ് വരിക എന്നാണ് പറയുന്നത്. അപ്പം മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം ഉണ്ടാകുന്ന ഈ ഒരു 200,000 പ്ലസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്ന ഷെയർ, ദെൻ സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോകുന്ന ഷെയർ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോഴേക്കും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? മെയിൻ്റനൻസ്, സിസ്റ്റംസ്, മെഷീൻ, ഫാബ്രിക്കേഷൻ അല്ലേ? സോ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് മെയിൻ്റനൻസ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. സോ മെയിൻ്റനൻസ് എന്ന് സെർട്ടൈൻ എമൗണ്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കും, സെർട്ടൈൻ ഷെയർ നമ്മൾ മെഷീനിങ്ങിലേക്ക് കൊടുക്കും. എത്രയാണ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്? നമുക്ക് നോക്കാം. ഫ്രം മെയിൻ്റനൻസ് 10% സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്. അതായത് മെഷീനിങ്ങിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. മെഷീനിങ്ങിൻ്റെ ടോട്ടൽ ആദ്യം തന്നെ 200K ഉണ്ട്, അത് നമ്മൾ എഴുതി വെക്കുക കോസ്റ്റിൽ. ഓക്കെ, ഇനി മെയിൻ്റനൻസ് എന്ന സിസ്റ്റത്തിലേക്ക് 10% ആണ്, അതായത് 360,000 ആണ് മെയിൻ്റനൻസിൻ്റെ കോസ്റ്റ് വരുന്നത്. അതിൻ്റെ 10% സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ മെയിൻ്റനൻസ് എന്ന സിസ്റ്റത്തിലേക്ക് 10% ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതായത് 36,000. ഓക്കെ, ദെൻ മെയിൻ്റനൻസിന് മെഷീനിങ്ങിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എത്ര പെർസെൻറ്റേജാണ്? 50% ആണ്. 50%, അതായത് 360,000ൻ്റെ 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180,000. അപ്പം മെയിൻ്റനൻസ് എന്ന് വന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്ത്? മെയിൻ്റനൻസിൻ്റെ നമ്മൾ ക്യാൻസൽ ചെയ്യുക. കാരണം മെയിൻ്റനൻസ് നമുക്ക് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം മതി. ഇനി നമ്മൾ ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മെഷീൻ്റെ മാത്രം ഡാറ്റ മതി. സോ മെഷീൻ ആദ്യം നമ്മൾ സിസ്റ്റത്തിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, ദെൻ മെഷീൻ നമ്മൾ മെഷീനിങ്ങിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. സിസ്റ്റത്തിലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്? 36,000 ആണ്. മെഷീനിങ്ങിലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്? 180,000 ആണ്. ഇനി നമ്മൾ അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയ സിസ്റ്റത്തിൽ നിന്ന് മെഷീനിങ്ങിലേക്കും കൂടി അലോക്കേറ്റ് കൊടുത്താൽ ടോട്ടൽ മെഷീനിങ്ങിൽ എത്രയാണോ കോസ്റ്റ് വന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ സിസ്റ്റത്തിൽ എത്ര ഉണ്ട്? സിസ്റ്റത്തിൽ ആദ്യം ഉണ്ടായിരുന്ന 95,000 പ്ലസ് മെഷീനിങ്ങിന് വന്ന മെയിൻ്റനൻസ് എന്ന് വന്നിട്ടുള്ള 36,000, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 131K ആണ്
ടോട്ടൽ ഇപ്പം സിസ്റ്റത്തിൻ്റെ കൈമിലുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് മെഷീനിങ്ങിലേക്ക് പോകുന്നത്? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ 45% ആണ് മെഷീനിങ്ങിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 45/100 ആണോ? നമ്മൾ മെയിൻ്റനൻസിനെ ഷെയർ ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, മെയിൻ്റനൻസിൻ്റെ ഫുള്ള് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് മെയിൻ്റനൻസിലേക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പം ഈ ഒരു മെയിൻ്റനൻസിൽ സിസ്റ്റത്തിൽ നിന്ന് മെയിൻ്റനൻസിലേക്ക് ഒരു സർവീസ് പോയിട്ടുണ്ട് 5%, അതങ്ങ് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി എത്രയേ വരുന്നുള്ളൂ? 95ൽ 45 അല്ലേ? സോ ടോട്ടൽ 131,000 ആണ്, 131K ആണ് ആർക്കുള്ളത്? സിസ്റ്റത്തിൻ്റെ കോസ്റ്റിലായിട്ട് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഇൻറ്റു 45% ആണ് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. 45/100 ആണോ വരിക? അല്ലല്ലോ, ഇവിടെ 100 ഉണ്ടോ? ഈ 5 നമ്മൾ ഇനി കൂട്ടില്ല. അപ്പോൾ ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 45 + 50 95 ഉള്ളൂ. സോ 131,000 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 95, ദാറ്റ് ഈസ് 62,052.63. ഓക്കെ, അപ്പം ഇതൊന്ന് ഇറേസ് ചെയ്യട്ടെ. അപ്പം മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കാണുമ്പം എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത്? ആദ്യം മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 200K ഉണ്ടായിരുന്നു, അത് നമ്മൾ എഴുതി വെച്ചു. ദെൻ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 180K അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് എഴുതി വെച്ചു. ദെൻ സിസ്റ്റം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 45% അല്ലെങ്കിൽ 45/95 പ്രപ്പോർഷനിൽ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 45 വന്നത്. ഓക്കെ, 45/95 വന്നത്. ഈ 5 കൂട്ടുമോ? മെയിൻ്റനൻസ് ഫുള്ള് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തില്ലേ, ഇനി മെയിൻ്റനൻസിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമോ? ഇല്ലല്ലോ, മെയിൻ്റനൻസിനെ ഫുള്ളായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പം മെയിൻ്റനൻസിലേക്ക് പോവില്ല. ഓക്കെ, അപ്പം 45 + 50 95 ആയി. ഓക്കെ, ഈ 95ൽ മെഷീനിങ്ങിലേക്ക് എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? 45 ആണ്. സോ നമ്മളുടെ ടോട്ടൽ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് ഇൻറ്റു 45/95 ചെയ്യുമ്പോൾ നമുക്ക് 62,052.63 കിട്ടും. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ മെഷീനിങ്ങിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. പ്ലസ് 200,000 പ്ലസ് 180,000 = 442052.6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടിയത്? 442052.6 ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കാണ്, ഇരുന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മെറ്റീരിയൽ കൈമിലുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ, ഹോക്കാണെങ്കിൽ ഹോക്ക്, വൈലിയാണെങ്കിൽ വൈലി, ഗ്ലിമ്മാണെങ്കിൽ ഗ്ലിമ്മ്, ആ മെറ്റീരിയൽ എടുത്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്തതായിട്ട് റെസിപ്രോക്കൽ മെത്തേഡ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് അഡ്വാൻസ്ഡ് ഓഫ് ദ 3 മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 3 മെത്തേഡ്സിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് റെസിപ്രോക്കൽ മെത്തേഡ്. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. അപ്പം മോസ്റ്റ് തിയററ്റിക്കലി കറക്റ്റ് മെത്തേഡ് ടു യൂസ്. ഓക്കെ, ഷെയർഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഈച്ച് അലോക്കേറ്റിംഗ് സം ഓഫ് ദിയർ കോസ്റ്റ് ടു ദ അതർ ഷെയർഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യും. IT ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അസംബ്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യത്തെ ഡയറക്റ്റ് മെത്തേഡിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യില്ല, ഡയറക്റ്റ്ലി ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. രണ്ടാമത് പഠിച്ച സ്റ്റെപ്പ് ഡൗൺ മെത്തേഡിൽ ആദ്യം ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അടുത്ത സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ ഷെയർ ചെയ്ത് കൊടുക്കുള്ളൂ. തിരിച്ച് പഴയ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഷെയർ ചെയ്യില്ല, നമ്മൾ ക്യാൻസൽ ചെയ്യും. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല. IT-യിൽ നിന്ന് HR-ലേക്കും HR-ൽ നിന്ന് IT-യിലേക്കും സർവീസ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യം കോസ്റ്റിൽ തരുന്ന കോസ്റ്റ് പ്ലസ് HR-ന്ന് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റ്. ഈ ടോട്ടൽ കോസ്റ്റാണ് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ്. അതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റിൽ തരുന്ന ആദ്യം ഉണ്ടാകുന്ന കോസ്റ്റ് പ്ലസ് IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്ന കോസ്റ്റ്. ഇത് രണ്ടും കൂടി ചേർത്താലാണ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് ആവുക. ഇതാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കണ്ടോ, ഇവിടെ കണ്ടോ, IT ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് HR-ലേക്ക് പോകുന്നുണ്ട്, ദെൻ HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് IT-യിലേക്കും പോകുന്നുണ്ട്. സോ ഇവർ തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ കമ്പനി ഹാസ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു കമ്പനിയിൽ 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, S1-ഉം S2-ഉം, ആൻഡ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, P1-ഉം P2-യും.
ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ ഡാറ്റ ഫോർ ജാനുവരി വോർ ആസ് ഫോളോസ്. അപ്പം ഡാറ്റ തന്നിട്ടുണ്ട് ജാനുവരിയിലുള്ള. അപ്പോൾ കോസ്റ്റ് ഇൻക്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S1ന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1ന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 27,000 ആണ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2ന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18,000 ആണ്. ദെൻ സർവീസ് പ്രൊവൈഡഡ് ടു S1. ഓക്കെ, S1ലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? S2 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ്? 20%. സോ S2ന്റെ 20% S1ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ സർവീസ് പ്രൊവൈഡഡ് ടു S2. ഓക്കെ, S2ലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? S1 S2ലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ്? 10%. സോ S1ന്റെ 10% കോസ്റ്റ് S2ലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സും താഴെ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ടോട്ടൽ അലോക്കേറ്റഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ടു P2? അപ്പം ടോട്ടൽ സർവീസ് അലോക്കേറ്റഡ്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിന്റെ എത്രയാണ് P2ലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്? റെസിപ്രോക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ എന്ത് കോസ്റ്റാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഓരോ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കോസ്റ്റാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ S1ന്റെ കോസ്റ്റ് നോക്കാം. S1ന്റെ കോസ്റ്റ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി 27 തന്നിട്ടുണ്ട്. ഈ 27 മാത്രമേ ഉള്ളൂ S1 എന്നുള്ളത്. 20% S2 എന്നും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? S2ന്റെ 20% അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? അപ്പോഴല്ലേ നമുക്ക് ടോട്ടൽ S1ന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ 20% എന്ന് പറഞ്ഞെങ്കിൽ 0.2 S2ന്റെ 20%. ഇനി S2ന്റെ കോസ്റ്റ് നോക്കാം. S2ന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ക്വസ്റ്റ്യന് ഡയറക്റ്റ്ലി 18,000 തന്നിട്ടുണ്ട്. ഓക്കെ, പ്ലസ് S1ന്റെ 10% S2ലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ? സോ അതും നമ്മൾ ആഡ് ചെയ്യണ്ടേ? 10% ഓഫ് S1. ഈ കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാലേ, അതായത് S1ന്റെ ശരിക്കുള്ള കോസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ S1ന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, S2ന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് കറക്റ്റ് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന S1ന്റെ 27,000 പ്ലസ് 20% ഓഫ് S2 ദാ ഇവിടെ തന്നിട്ടുണ്ട് ഡയറക്റ്റ്ലി. ഇനി S2ന്റെ കേസ് നോക്കുമ്പോൾ 18,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പ്ലസ് 10% ഓഫ് S1. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ S2 ഇല്ലേ, ഈ S2ന് പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? അതായത് S2ഉം ഈ S2ഉം ഇത് രണ്ടും ഈക്വൽ അല്ലേ? S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18,000 പ്ലസ് 0.1 S1 ആണ്. അപ്പോൾ നമുക്ക് ഈ S2ന് പകരം ഈ ഒരു 18,000 പ്ലസ് 0.1 S1 എഴുതിക്കൂടെ? അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് തിരിച്ചും ചെയ്യാൻ വേണ്ടി പറ്റും. ഈ S1ന് പകരം ഈ S1ന്റെ ഈക്വൽ ടു പറയുന്ന ഈ ഒരു സാധനം 27,000 പ്ലസ് 0.2 S2 എന്ന് പറഞ്ഞത് അതും എഴുതാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് S1 എന്ന് പറയുന്നത് 27 പ്ലസ് 27,000 പ്ലസ് 0.2 S2 ആണ്. ഈ S2 എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് S2 ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അവിടേക്ക് മാറ്റി എഴുതാം. അതായത് S1 ഈസ് ഈക്വൽ ടു 27,000 പ്ലസ് 0.2 S2ന് പകരം എന്താ എഴുതുക? 18,000 പ്ലസ് 0.1 S1. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും S1 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ടുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യണേ. നമുക്കിവിടെ രണ്ട് സ്ഥലത്തും S1 ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് S1ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത ഈക്വൽ ടു അതർ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. S1 ഈസ് ഈക്വൽ ടു 27,000 പ്ലസ് 0.2 ഇൻറ്റു 18,000 ദാറ്റ് ഈസ് 3,600 പ്ലസ് 0.2 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 0.02 S1. ഓക്കെ, ഇനി ഇവിടെ S1 എന്ന് വെറും S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1 S1 എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ? അപ്പം ഈ 0.02 S1 ഈക്വൽ ടുവിൻ്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 0.02 S1 ആവും അല്ലേ? സോ 1 മൈനസ് 1 S1 മൈനസ് 0.02 S1 ഇസ് ഈക്വൽ ടു 27,000 പ്ലസ് 3,600 എത്രയാണ്? 3,600 അല്ലേ? 3,600 എന്ന് കിട്ടും. ഇനി 1 മൈനസ് 0.02 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.98 ആണ്. 0.98 S1 ഇസ് ഈക്വൽ ടു 30600. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30600 ഡിവൈഡഡ് ബൈ 0.98 ആണ്. എത്ര കിട്ടുക?
30600 divided by 0.98 is equal to 31224 കിട്ടും. അതൊന്ന് ഇറേസ് ചെയ്തിട്ട് എഴുതി കാണിച്ചു തരാം. അപ്പോൾ S1ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? S1ൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 31224.48 എന്ന് കിട്ടും. ഓക്കെ, 31224.48 എന്ന് S1ൻ്റെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് S2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? S2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? S2 is equal to, നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു നേരത്തെ. S2 is equal to 18,000. നേരത്തെ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ, അതായത് S2ന് ആദ്യം ഉണ്ടായിരുന്ന 18,000 പ്ലസ് S1ൽ നിന്നും വരുന്ന 10%, അല്ലേ? ആദ്യം നമ്മൾ എഴുതി, ഞാൻ ഇറേസ് ചെയ്ത സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, 0.1 S1 ഇതായിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. ആ ഇക്വേഷനിലേക്ക് S2ൻ്റെ ആ ഒരു വാല്യൂ, S1ൻ്റെ വാല്യൂ ഡയറക്റ്റ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ S2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് 18,000 പ്ലസ് 0.1 S1 എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ S1ൻ്റെ വാല്യൂൻ്റെ സ്ഥലത്ത് ഈ 31224 എഴുതി കൊടുക്കും. അപ്പം 18,000 പ്ലസ് 0.1 ഇൻറ്റു 31224.48, 31224.48 into 0.1 plus 18,000, that is 21122.448. ഓക്കെ, അപ്പോൾ നമുക്ക് S1ൻ്റെ വാല്യൂയും കിട്ടി, S2ൻ്റെ വാല്യൂയും കിട്ടി, അല്ലേ? S1ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കൊന്ന് മാറ്റി ഇവിടേക്ക് എഴുതാം. S1 is equal to 31224.48 ആണ്. S2 is equal to 21122.448 ആണ്, അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചു. S1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു, S2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്? 2, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2ലേക്ക് എത്രയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2ലേക്ക് S1ൽ നിന്ന് എത്രയാണ് കൊടുക്കുന്നത്? S1ൻ്റെ 40%ഉം S2ൻ്റെ 50%ഉം ആണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2ലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, S1 to P2 എത്രയാണ്? S1 to P2 40% ആണ്. S1ൻ്റെ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 31224.48 ആണ്. അതിൻ്റെ 40%. ഓക്കെ, 31224.48 ഇൻറ്റു 40%, അതായത് $12489.792 ആണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് 2ലേക്ക്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2ലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി S2ന്ന് പ്രൊഡക്ഷൻ 2ലേക്ക് എത്ര പെർസെൻറ്റേജാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? 50% ആണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, 50%. ഓക്കെ, അപ്പം S2ൻ്റെ വാല്യൂ എത്രയാണ്? 21122.448, അല്ലേ? 21122.48. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 448, അല്ലേ? 448. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 50% ആണ് P2ലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇൻറ്റു 50%, ദാറ്റ് ഈസ് 10561.224. 10561.224. അപ്പം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ൽ നിന്ന് $12,489, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2ൽ നിന്ന് $10,561 ആണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2ലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? 489.792 is equal to ടോട്ടൽ 23,051, അല്ലേ? $2351 ആണ് നമ്മൾ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൂടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2ലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, വാട്ട് ആർ ദ ടോട്ടൽ അലോക്കേറ്റഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ 2? ഓക്കെ, പ്രൊഡക്ഷൻ 2ലേക്ക് എത്രയാണ് അലോക്കേറ്റ് കൊടുക്കുന്നത്? ടോട്ടലായിട്ട് $23,051 ആണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഹൂക്ക് പോലത്തെ മെറ്റീരിയൽസിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.